തിരുവനന്തപുരം കഠിനംകുളത്ത് യുവാക്കൾക്ക് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. 3 പേർക്ക് പരിക്കുണ്ട്. പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിനെ സ്ത്രീകൾ തടഞ്ഞുവെച്ചു. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഈ കഠിനംകുളത്ത് യുവാക്കൾക്ക് നേരെ ഈ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? സ്ത്രീകൾ ഇതിനകത്ത് ഈ പ്രതികളെ പോലീസിനെ തടഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. എന്താണ് സംഭവിച്ചത്? ഗോപി, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. കഠിനംകുളം ശാന്തിപുരം എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ശാന്തിപുരം സ്വദേശികളായ 3 ചെറുപ്പക്കാർ, അവരുടെ പേര് ആഷിഖ്, അഭിജിത്ത്, സ്റ്റാമിൻ സ്റ്റാലിൻ എന്നിവരാണ്. ഇവർ അവിടെ ഒരു പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന യുവാക്കളാണ്. ഈ സമയത്താണ് ഈ ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ട ഈ 3-ൽ ഒരാളായി സഞ്ജയ് എന്നൊരാൾ അതുവഴി കടന്നു പോകുന്നത്. ഈ സഞ്ജയെ മുഖത്ത് തുറച്ചു നോക്കി എന്നാണ് അവർ ഈ ആക്രമണത്തിന് കാരണമായി പറയുന്നത്. മുഖത്ത് തുറച്ചു നോക്കിയത് ഇവർ ചോദ്യം ചെയ്തപ്പോൾ പിന്നീട് തർക്കമായി. ഇതോടെ ഈ ഗുണ്ടാ സംഘം മറ്റ് 2 പേർ കൂടി, അതായത് ബിബിന്, സഞ്ജയ്, പ്രകാശ്, ഇങ്ങനെ 3 ഗുണ്ടകളാണ് ഉണ്ടായിരുന്നത്. ഇവർ അവിടെ ബിയർ കുപ്പിയൊക്കെ പൊട്ടിച്ച് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ 3 ചെറുപ്പക്കാരെ ആക്രമിച്ചു. 3 പേരുടെയും പരിക്കത്ര ഗുരുതരമല്ല, പക്ഷേ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വിവരം അറിഞ്ഞ് കഠിനംകുളം പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഇതിൽ ഗുണ്ടയിൽ ഒരാളായ പ്രകാശ്, അയാൾ ഓടി അയാളുടെ വീട്ടിലേക്ക് കയറി. വീട്ടിൽ കയറിയപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ഈ പോലീസിനെ തടഞ്ഞു വെച്ചതും. ഈ 1-ാം പ്രതി ബിബിന്റെ ഭാര്യ മഡോണ, ബന്ധുക്കളായ അമ്പിളി, മുത്തമ്മ, ഈ 3 സ്ത്രീകളെ ഇതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിട്ടയച്ചു. എന്തായാലും ബിബിന്റെ ഭാര്യ മഡോണയും നിരവധി ലഹരി കേസുകളിൽ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. മറ്റുള്ളവരും വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ്. എന്തായാലും ഇതിൽ ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പേർക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഗോപി, ശരി. അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.